അപ്പോ ജിസേലിന് ഇതുപോലെ തല മുണ്ടനം ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് കിട്ടി. അപ്പം ആര്യൻ അതിന് ഏറ്റുപിടിച്ച് ഒരുപാട് ഡയലോഗ് അടിക്കുകയും രൺബീർ കപൂർ ആണ്, ഞാൻ അതോട് തല മുട്ടയടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾസ് പുറത്ത് വരുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ആ എപ്പിസോഡ് കണ്ടില്ല ആക്ച്വലി. പക്ഷേ ഞാനത് കേട്ടു, കുറച്ച് ഇതുപോലെ പലയിടത്തും കേട്ടു. അതാ ഞാൻ അതുകൊണ്ടും കൂടാണ് ഞാൻ പറഞ്ഞത്, ആരും പുറത്താക്കണ്ട, ഞാൻ തനിയെ പുറത്താക്കിക്കോളാം. കാരണം അവന് ചില കാര്യങ്ങൾ പക്വമായി തീരുമാനിക്കാനുള്ള ഒരു ശേഷിയില്ല. ഒരു ബാലിശമാണ് പലപ്പോഴും. കാണുന്ന ഈ സൈസും ചന്തവും ഒക്കെ ഉള്ളൂ, തലയിൽ ഇച്ചിരി കുറവാണ്. കാരണം ചില സംസാരവും പ്രവൃത്തിയൊക്കെ വളരെ നെഗറ്റീവാണ് അവിടെ സംഭവിക്കുന്നത്. അതിനെ മറ്റുള്ളവർ അധികം ഹൈലൈറ്റ് ചെയ്യാത്തത് ഒരു എന്തോ അവനിവിടെയുള്ള ഒരു ക്യൂട്ട്നെസ് കൊണ്ട്, ഇഷ്ടം കൊണ്ടായിരിക്കും പലരും ഹൈലൈറ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ പറഞ്ഞ് പുറത്ത് വിടാൻ മാത്രമുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗെയിമൊന്നും പുള്ളിക്കില്ല. വെള്ളി സംബന്ധിച്ച് അവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ടൈം ബീയിങ് ആയിട്ടുള്ള ഒരു ബസർ ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബസർ സൗണ്ട് കേട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് 3 സ്റ്റെപ്പ് വെച്ച് കഴിയും. അത്രയും ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ അവന് പറ്റും. അത് അവന്റെ സ്വഭാവമാണ്. നമ്മളെ മനുഷ്യരെക്കാൾ പെട്ടെന്ന് പൂച്ചയ്ക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയത്തില്ലേ, നമ്മൾ അടിക്കാൻ മടിയെടുക്കുന്നതിന് പൂച്ചയ്ക്ക് ചാടി മാറാൻ പറ്റും. അപ്പൊ അതുപോലുള്ള ഒരു സ്വഭാവം അവനുണ്ട്, ഒരു ഗുണമുണ്ട്. നമ്മൾ ബെല്ലിന്റെ ആദ്യത്തെ മുളൽ കേൾക്കുമ്പോഴേ അവൻ 2 സ്റ്റെപ്പ് കഴിയും. നമ്മൾ ബെല്ല് കേട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോഴത്തേക്ക് 3 സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കും. അതാണ് അത്രയും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ അവന് പറ്റുന്നത്.